തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. പൊന്നു, മോളുടെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ലേ? ഇല്ല ആന്റി, എന്റെ തീരുമാനം ഡിവോഴ്സ് തന്നെ. അരവിന്ദ് ഡിവോഴ്സ് നോട്ടീസിൽ സൈൻ ചെയ്യും. ഞാൻ എന്റെ കാര്യം നോക്കി പോയിക്കോളാം. അതല്ലാതെ വഴിപാടെന്ന് പറഞ്ഞ ഓരോന്ന് കാണിച്ചു കൂട്ടിയാ ഞാൻ എന്ത് ചെയ്യാനാ? അത് നിങ്ങളുടെ മകനോട് പറഞ്ഞ് മനസ്സിലാക്കുക. ആന്റി വേണം അരവിന്ദനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. മോളെ, ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. മരുവനെ, ഈ മദ്യവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പോലെയാണ് ദാമ്പത്യം. കിട്ടാതായ അസ്വസ്ഥമാകുന്ന പോലെ തന്നെയാണ് കാണാതായ വിഷമം തോന്നണം. ഇങ്ങോട്ടൊക്കെ നീ ശൂലം കുത്തിയത് മാഡം അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ചോന്ന് സംശയമുണ്ട്. അതെങ്ങനെ? ഒരു സുപ്രഭാതത്തിൽ ശൂലവും കുത്തി ആരും അമ്പലത്തിൽ കയറില്ലെന്നറിയാം. അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. വ്രതം അത് നീ എടുത്തിട്ടില്ലത് മാഡത്തിന് മനസ്സിലായി കാണും. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ശാന്തപ്പ മാമ. ശ്രേയ മാഡത്തിന്റെ പിണക്കം എങ്ങനെങ്കിലും മാറ്റണം. അതിനൊരു വഴി പറ. അല്ല, ഒരു വഴി പറഞ്ഞു നിന്ന് പടക്കം പോലെ ആയത്. ചീറ്റാതെ പൊട്ടാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ പറഞ്ഞാ ശാന്തപ്പ മാമ. മാമൻ കണ്ടു കെട്ടിയതല്ലേ? എടാ, നീ സിനിമയിലൊക്കെ കാണാറുണ്ട്? ഉണ്ട്. എന്നിട്ടാണോടാ നീ എന്നോട് ഐഡിയ ചോദിക്കുന്നത്? ഇയാളുടെ ഒരു കാര്യം, മോഹന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഓഹ്, എന്റെ മനസ്സിന്റെ കാര്യം ഒന്ന് ചിന്തിക്കും മാമ. ഇയാളെ ചിന്തിക്കാൻ വേണ്ടിയാ ഈ അടിക്കുന്നത്. ഇതേ നമ്മുടെ തലച്ചോറിനെ ഉണർത്തും. പുതിയ ഐഡിയകൾ വരും. എന്നിട്ട് ഐഡിയ വല്ലതും വന്ന ലാ 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 ലാ. ഐഡിയ പറയാൻ പറഞ്ഞപ്പോ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നോ? ശ്രേയ മാഡം എവിടെ തിരിഞ്ഞാലും നിന്നെ കാണാൻ പാടുള്ളൂ. ഓഫീസിലേക്ക് പോകുന്ന വഴിയില്, തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ, സൂപ്പർ മാർക്കറ്റില്, അങ്ങനെ എല്ലായിടത്തും. എവിടെ നീ അവളുടെ മുന്നിൽ ഉണ്ടാവണം. അങ്ങനെ അവള് മനസ്സിലാക്കും നിനക്ക് അവളില്ലാതെ പറ്റില്ല. നീ മാഡത്തിനെ കാണുമ്പോഴൊക്കെ മാപ്പ് പറയണം. നിനക്കറിയാമോടാ നമ്മുടെ കുട്ടനാടിന്റെ പ്രണയഗാനം? ഇല്ല, ഏതാ? കുളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ 1000 കളിത്തുമ്പികൾ, ചിരിച്ചിപ്പിച്ചോരും ഇളം മുത്തിലൊന്ന്, ഒരു തുള്ളു ചുണ്ടി മാപ്പുനി തരൂ. കേട്ടിട്ടില്ലേ ഈ പാട്ട്? അതുപോലെ എനിക്ക് പാടാണെന്ന് അറിഞ്ഞൂടാ. മരപ്പൊട്ട, നിന്നോട് പാട്ട് പാടാൻ പറഞ്ഞതല്ല, സിറ്റുവേഷൻ സാഹചര്യം പറഞ്ഞതാ. അതുപോലെ മാഡത്തിന്റെ മുന്നിൽ ചെന്ന് മാപ്പ് പറയണം. ആ സെന്റിമെന്റ്സ് വിരാത്ത പെണ്ണുങ്ങളില്ലടാ.
ദേ, ഇങ്ങോട്ട്. കല്യാണത്തിന് മുമ്പ് കുഞ്ഞുമോളെന്നോട് പിണങ്ങുമ്പോഴേ വേലിക്ക് അപ്പുറത്ത് നിന്ന് ഞാൻ ഈ പാട്ടൊക്കെ അങ്ങോട്ട് പാടിക്കൊടുക്കും. തരൂ തരൂ തരൂ. നിനക്കറിയോ 3-ന്റെ അന്ന് അവള് വീട്ടിൽ വന്ന് ഇരിക്കും.